നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഭവം കൈവിട്ടു പോകുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ സംഘർഷഭരിതമായിരിക്കുന്നു സാഹചര്യം. കഴിഞ്ഞ 8 മണിക്കൂർ നീണ്ടുനിന്ന ഇഡിയുടെ റെയ്ഡ് അവസാനിപ്പിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും, കേരളത്തിലെ 13 ഇടങ്ങളിലാണ് ഇഡി റെയ്ഡ് നടന്നത്. 13 ഇടങ്ങളിലും ഒരേ സമയം തന്നെ റെയ്ഡ് അവസാനിപ്പിച്ചുകൊണ്ട് ഇവർ ഇറങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്നും റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം സംഘം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംഘത്തിന്റെ കാറ് പൂർണ്ണമായും തകർത്ത് CPM പ്രവർത്തകർ എന്ന് വേണം പറയാൻ. മുൻനിര നേതാക്കൾ എല്ലാവരും തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. അവരെ കൊണ്ട് പൂർണ്ണമായും ആ വാഹനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളമാണ്, മറക്കരുത്, വേണമെങ്കിൽ കൊന്നുകളയും എന്നുള്ള ഭീഷണികളൊക്കെ തന്നെ നേരത്തെ മുഴങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കണം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സംഘർഷഭരിതമാകുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. പൂർണ്ണമായും രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെയാണ് നടക്കുന്നത്. ആർക്കും പിടിച്ചു മാറ്റാൻ പോലും കഴിയാത്ത വിധത്തിലാണ് നിൽക്കുന്നത്. ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ എത്തിയിരുന്നു. ബിനീഷ് കോടിയേരി ഈ അക്രമാസക്തരായ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ കഷ്ടപ്പെടുന്ന ഒരു ദൃശ്യമൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വനിതാ ഉദ്യോഗസ്ഥ അടക്കമുള്ള വാഹനത്തെയാണ് പ്രവർത്തകർ ആക്രമിച്ചിരിക്കുന്നത്. അതായത് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ CRPFന്റെ ഒരു കവചം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വാഹനം മുന്നോട്ട് വരുംതോറും തന്നെ ഈ പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു വശത്തെ പ്രവർത്തകരെ മാറ്റുമ്പോൾ മറുവശത്തെ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും പിടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ, പിടിച്ചു മാറ്റാൻ പോലും കഴിയാത്ത വിധത്തിൽ സംഘർഷം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരത്ത് മാത്രമല്ല ഇതേ സ്ഥിതി വിശേഷം. കണ്ണൂരെ വസതിയിൽ നിന്നും ഇറങ്ങിയ ഈ ഇഡിയുടെ വാഹനത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയ ഈ ഇഡിയുടെ വാഹനത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. കൊച്ചിയിൽ നിന്നും ഇറങ്ങിയ ഇഡിയുടെ വാഹനത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു എന്നുള്ളതാണ്. അതായത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് കാട്ടിയാണ് ഇങ്ങനെ അക്രമാസക്തരായി ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതായത് കൈവിട്ടു പോയിരിക്കുന്നു കാര്യങ്ങൾ. യുദ്ധഭീതി, അതായത് ഒരു കലാപം തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാകുകയാണ് ഇവിടെ. എന്തായാലും CRPFന് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ വരും മണിക്കൂറിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കേരളം കത്തുമോ എന്ന് പോലും ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ക്രമസമാധാനം താളം തെറ്റുന്നോ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും സംഘർഷഭരിതം എന്നേ നമുക്ക് ഒറ്റ വാക്കിൽ നിർത്താൻ കഴിയുകയുള്ളൂ.